ഒരിക്കൽ കൂടെ ഇന്ത്യൻ പാർലമെന്റ് ചൂടേറിയ സംവാദത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഭേദഗതിയെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇത്ര ചൂടേറിയ വിഷയമായി മാറിയത്. ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ബി സർക്കാർ ആധിപത്യം പുലർത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആക്ഷേപം ഉന്നയിച്ചു. സഭയെ തന്നെ ഇളക്കി മറിച്ചത് അതിനിടയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ നിയമപരിഷ്കാരം വരുത്തുകയും കുറ്റക്കാരായവരെ കണ്ടെത്തുകയും ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധി നൽകിയ മുന്നറിയിപ്പ് എന്താണെന്നും എന്തൊക്കെ നിയമങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നും തുടർന്നറിയാം. തുടർച്ചയായി അദ്ദേഹം ഉന്നയിച്ചു വരുന്ന വിഷയങ്ങൾ ഉയർത്തിയാണ് രാഹുൽ ഗാന്ധി ഈ വട്ടത്തെ പ്രസംഗവും ആരംഭിച്ചത്. അന്വേഷണ ഏജൻസികൾ മുതൽ ഇലക്ഷൻ കമ്മീഷൻ വരെ നിയന്ത്രിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയായ BJP RSS ആണെന്നാണ് പറഞ്ഞത്. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യാജ വോട്ടർമാരെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകുവാൻ ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം വാദിച്ചു. വോട്ട് ചോരിയെ കുറിച്ചുള്ള തന്റെ കഴിഞ്ഞ വാർത്താ സമ്മേളനം ചൂണ്ടിക്കാട്ടി. തുടർന്ന് മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു ലിസ്റ്റ് തന്നെ രാഹുൽ സഭയിൽ അവതരിപ്പിച്ചു. 1. മെഷീൻ റീഡബിൾ വോട്ടർ ലിസ്റ്റ്. ഇലക്ഷൻ 1 മാസം മുൻപ് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ലിസ്റ്റ് നൽകണം. 2. ഇലക്ഷൻ സമയത്ത് രേഖയായി ചിത്രീകരിക്കുന്ന വീഡിയോ റിസൾട്ട് പ്രഖ്യാപിച്ച് 45 ദിവസം കൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന നിയമം പിൻവലിക്കണം. 3. ഇലക്ട്രോണിക് വോട്ടർ മെഷീന്റെ പ്രവർത്തനവും ഹാർഡ്വെയറും സുതാര്യമാക്കണം. 4. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്ന നിയമത്തിൽ മാറ്റം വരുത്തണം. ഇതിലേറ്റവും വിവാദമായ അദ്ദേഹത്തിന്റെ പ്രസ്താവന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കുള്ള പ്രത്യേക ഇമ്മ്യൂണിറ്റിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ചുള്ള ക്ലോസ് 16ഉം 2023 മറ്റു ഇലക്ഷൻ കമ്മീഷൻ നിയമങ്ങളുമാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. ഈ ക്ലോസ് അനുസരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും ചുമതലയിലായിരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളിൽ എല്ലാം ലീഗൽ ഇമ്മ്യൂണിറ്റി നൽകുന്നുണ്ട്. അതായത് നിയമപരമായ നടപടികളിൽ നിന്ന് ഇവർക്ക് ഒഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമം അവരുടെ സർവീസിനെ തുടർന്നുള്ള കാലത്തിലും തങ്ങളെ സംരക്ഷിക്കുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ പേടിക്കേണ്ട, ആ നിയമം മുൻകാല പ്രാബല്യത്തോടെ മാറ്റുകയും നിങ്ങളെ കണ്ടെത്തുകയും ചെയ്യുമെന്നാണ് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയത്. ഇതോടെ BJP ബെഞ്ചുകളിൽ പ്രതിഷേധം ഉയർന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി എന്ന് അവർ ആക്ഷേപം ഉന്നയിച്ചു. ഇലക്ഷൻ കമ്മീഷണർക്ക് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാമെങ്കിൽ അവർ ഓഫീസ് വിട്ട ശേഷവും അതിന് ഉത്തരവാദിത്വം ഉള്ളവർ ആയിരിക്കണം എന്ന് അപ്പോൾ രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു. ഇന്നലത്തെ സംവാദത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് ഈ വാക്കുകളാണ്. രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനത്തെ പിടിച്ചെടുക്കുകയാണ് RSS നയിക്കുന്ന BJPയുടെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചു. യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരെ മെറിറ്റിനനുസരിച്ചല്ല, പകരം രാഷ്ട്രീയ ആശയമനുസരിച്ചാണ് നിയമിക്കുന്നതെന്നും പ്രതിപക്ഷ ശബ്ദത്തെ സമ്മർദ്ദത്തിലാക്കുവാൻ CBI, ED, ഇൻകം ടാക്സ് എന്നിവയെ ഉപയോഗിക്കുന്നുവെന്നും രാഷ്ട്രീയ പക്ഷം പിടിച്ച് ഇന്റലിജൻസ് ഏജൻസികൾ പ്രവർത്തിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് നിഷ്പക്ഷമായല്ല, ആശയത്തിന്റെ പക്ഷമനുസരിച്ചാണ് എന്നുള്ള ഉദാഹരണങ്ങൾ രാഹുൽ ഗാന്ധി നിരത്തി. ജനാധിപത്യത്തിന്റെ എല്ലാ പില്ലറുകളും നിയന്ത്രിക്കാനുള്ള ശ്രമമായി ഇതിനെ കാണാമെന്നും അദ്ദേഹം വിവരിച്ചു. തുടർന്ന് രാഹുൽ ഗാന്ധി മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു. നിരവധി സംസ്കാരങ്ങളും ഭാഷകളും മതങ്ങളും ചേർത്ത് നെയ്യുന്ന സംവിധാനമാണ് ജനാധിപത്യം. തുടർന്ന് RSSനെ കുറിച്ച് ഉന്നയിച്ച ആക്ഷേപവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മേൽ ഉന്നയിച്ച ആക്ഷേപങ്ങളും സർക്കാർ ബെഞ്ചുകളിൽ നിന്ന് വലിയ പ്രതിഷേധം നേരിടുകയും സ്പീക്കറുടെ ഭാഗത്തു നിന്ന് ഇടപെടലും ഉണ്ടായി. എന്നാൽ ഇതിനെല്ലാം ഇടയിലും ഇലക്ട്രൽ സംവിധാനത്തിൽ വരേണ്ട അവിഭാജ്യമായ മാറ്റത്തിന്റെ ആവശ്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്ന അഭിപ്രായവുമുണ്ട്. ഒരു ആരോഗ്യകരമായ ജനാധിപത്യ സംവിധാനം ഉണ്ടാകണമെങ്കിൽ സുതാര്യമായ തിരഞ്ഞെടുപ്പ് ഉണ്ടാകണം. അതിന് അഭിവാജ്യമായ 5 മാറ്റങ്ങളാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ഈ പ്രസംഗത്തിൽ അവതരിപ്പിച്ചത്. ഇത് വലിയ ശ്രദ്ധ നേടുകയും എല്ലാ മേഖലകളിലും വലിയ ചർച്ചയും ആയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒരു ആക്രമണമായി മാത്രം കാണാനാകില്ല, അതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ വരുത്തേണ്ട ഒരു മാറ്റത്തെക്കുറിച്ച്. ഇതും വരുന്ന വർഷങ്ങളിൽ രാഷ്ട്രീയ പോർനിലങ്ങളിലെ ആയുധമാകുമെന്നതിൽ സംശയമില്ല. ചോദ്യം ഇതാണ്: രാഹുൽ ഗാന്ധിക്ക് ഈ മാറ്റങ്ങൾ വരുത്താൻ ഒരു അവസരം കിട്ടുമോ? നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക.